ചേലക്കരയിൽ ആദ്യമായി വിവിധ തരം ദോശകളുടെ രുചിക്കൂട്ടുമായി ദോശ ഡൈൻ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിവിധ തരം വിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ ചേലക്കര. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഷിക പദ്ധതി നിർവഹണം ഉൾപ്പെടെ CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി പരാജയമാണെന്ന് മുസ്ലിം ലീഗ്. വിവിധ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നഗരസഭയിലെ വാർഷിക പദ്ധതി നിർവഹണം 40% താഴെ മാത്രമാണെന്ന് വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയെന്നാണ് ലീഗ് ആരോപിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം നഗരസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെരുവുനായ ശല്യം മൂലം ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പേവിഷബാധയെന്ന ആശങ്ക ഒഴിവാക്കാൻ പ്രതിരോധ കുത്തിവയ്പ് എടുക്കുവാനുള്ള നടപടി ഊർജ്ജസ്വലമാക്കണം. തെരുവുവിളക്ക് പരിപാലന കരാറിന്റെ കാലാവധി 2 മാസം മുമ്പ് തീർന്നിട്ടും പുതിയ കരാറുകാരനെ കണ്ടെത്താനായില്ല. ഭവന നിർമ്മാണ പദ്ധതികളിൽ വേണ്ട ഇടപെടലുകൾ നടത്തിയിട്ടില്ല തുടങ്ങിയവ ആരോപിച്ചാണ് നഗരസഭയിലേക്ക് മുസ്ലിം ലീഗ് മാർച്ച് നടത്തിയത്. നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദിദ് ഉദ്ഘാടനം ചെയ്തു. PM ജലീൽ അധ്യക്ഷനായി. സത്യം പെരുമ്പറക്കോട്, PP മുഹമ്മദ് കാസിം, M ഉമർ ഫാറൂഖ്, ഫൗസിയ ഹനീഫ, T സൈദലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം നഗരസഭയ്ക്ക് മുന്നിലുള്ള സമരമാണ് നടന്നത്. തെരുവ് നായ്ക്കൾക്ക് അടിയന്തരമായി വാക്സിനേഷൻ നൽകി നിയന്ത്രിക്കണം, തെരുവുവിളക്കുകൾ കത്തിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമായി ഉന്നയിച്ചത്. ഈ വിഷയങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളിൽ പ്രാധാന്യത്തോടുകൂടി ഉന്നയിച്ച കാര്യങ്ങൾ ജനശ്രദ്ധ ആകർഷിക്കുകയും ആ സമരത്തിൻ്റെ ഡിമാൻഡിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ നഗരസഭാ നേതൃത്വം അതിൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ ഒരു സമയമാണ് ഇത് എന്നുകൂടി അറിയിക്കുകയാണ്. ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയാൻ. മറ്റ് ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പദ്ധതി നിർവഹണമാണ്. പദ്ധതി നിർവഹണത്തിൽ ഈ ഭരണസമിതി എന്ന് പറയുന്നത് തികഞ്ഞ പരാജയമാണ്. ഒറ്റപ്പാലം നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമാണ് 39% ഫണ്ട് മാത്രമാണ് ഇത്തവണ ചെലവഴിച്ചിട്ടുള്ളത്. ആ 39% ഫണ്ട് എന്ന് പറയുന്നത് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ പദ്ധതി രൂപീകരണത്തിൻ്റെ വലിയൊരു ശതമാനം 25 കോടി രൂപയോളം നഷ്ടപ്പെടുത്തിയാണ്. ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട 25 കോടി രൂപയാണ് ഈ കഴിഞ്ഞ വർഷം മാത്രം നഷ്ടപ്പെടുത്തിയുള്ളത്. അങ്ങനെ ഈ 5 വർഷം കൊണ്ട് 100-ലധികം കോടി രൂപയാണ് ഈ ഭരണസമിതി നഷ്ടപ്പെടുത്തിയുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഭരണസമിതിക്ക് കൊടുക്കേണ്ട അവാർഡ് എന്ന് പറയുന്നത് കൂടുതൽ ഫണ്ട് ലാപ്സാക്കിയ, കൂടുതൽ ഫണ്ട് ചെലവഴിക്കാത്ത ഒരു ഭരണസമിതിക്കുള്ള അവാർഡ് ലഭിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒറ്റപ്പാലം നഗരസഭയ്ക്ക് ലഭിക്കുമെന്നാണ് പറയാം. ന്യൂസ് ഡെസ്ക് CCV.